യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, യെശയ്യായുടെ പുസ്തകം 29:17. എന്റെ ജീവിതത്തെ പിടിച്ചു നിർത്തിയ, എനിക്ക് മനപ്രയാസങ്ങളെ ബലം നൽകിയ, എന്റെ പൗരോഹിത്യത്തെ എരിവോടെ സൂക്ഷിക്കാൻ സഹായിച്ചൊരു വചനം. ലെബനോൻ ഫലസമൃദ്ധമായ ഒരു വയലായി തീരാനും അതൊരു പാഴ്വനമായി പരിഗണിക്കപ്പെടാനും കർത്താവിന് സമയം വേണം. അല്പസമയം പോരെ. ഞൊടിയിടയിൽ കണ്ണ് അടച്ചു തുറക്കുന്ന സമയം കൊണ്ട് ഈ മാജിക്കാരനൊക്കെ വടിവീശുന്ന ഒരു സമയമുണ്ടല്ലോ, ഒരു കൺകെട്ടിന്റെ വേഗതയും. നമ്മുടെ ജീവിതത്തെ കണ്ണീരിൽ നിന്നും കമനീയമായ സ്വർഗീയ അനുഭവത്തിലേക്ക് ഉയർത്താൻ ദൈവത്തിന് വേറെ പദ്ധതി വേണ്ട. ഒറ്റ നിമിഷം പോരെ, ഒറ്റ നിമിഷം പോരെ, പോരെ. ഈ ചോദ്യം നമ്മുടെ ഉള്ളിൽ പ്രതിധ്വനിക്കട്ടെ. പോരെ, ഒറ്റ നിമിഷം പോരെ. ഇന്നലെ വരെ കറങ്ങി, ഇന്ന് ഉണർന്നപ്പോഴും കണ്ണിന്റെ മുമ്പിൽ ഊരാ കൊടുക്കുക. ഇന്ന് എങ്ങനെ ജീവിച്ച് മുന്നേറുമെന്ന് അറിയില്ല. കുരുക്കോട് കുരുക്ക് തന്നെ, കെണിയോട് കെണി തന്നെ, ഭാരത്തോട് ഭാരം തന്നെ, ജപ്തിയോട് ജപ്തി തന്നെ. പക്ഷെ ഒരു നിമിഷം പോരെ. പോരെ എന്ന് ചോദിക്കുന്നത് ചുമ്മാ ദിവാസ്വപ്നം പറഞ്ഞ ഒരു മനുഷ്യരല്ല, ദൈവത്തിന്റെ വചനമാണ്. ലെബനോനെ ഫലസമൃദ്ധമായ ഒരു വയലാക്കി തീർക്കാനും അതൊരു പാഴ്വനമായി പോകാനും ഒരല്പസമയം പോരെ. കർത്താവിന്റെ കരുണയുടെ ഈ സമയം, കർത്താവിൽ ആശ്രയിക്കുന്ന ദൂരം കുറയുന്ന സമയം കുറയുന്നു. കർത്താവിന്റെ കരം നീണ്ടുവരികയും ചെയ്യും. ഈ നീണ്ടുവരുന്ന കരം കാണാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ. മരിയൻ സിനിമയിലും ഇതുപോലൊരു അഭിഷേകം ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം.